ഹലോ ഗൈസ്, ഉള്ളൊഴുക്ക് ഡയറക്റ്റഡ് ആൻഡ് റിട്ടൺ ബൈ ക്രിസ്റ്റോ ടോമി. ക്രിസ്റ്റോ ടോമി നമ്മൾ നെറ്റ്ഫ്ലിക്സിലൊരു ഡോക്യുമെന്ററി സീരീസ് ആൾറെഡി ഡയറക്റ്റ് ചെയ്തിട്ടുണ്ട്. ദ കറി ആൻഡ് ദി സയനൈഡ്, നമ്മുടെ കേരളത്തിൽ നടന്ന ജോളി ജോസഫിന്റെ കേസ് ബേസ് ചെയ്തെടുത്തൊരു ഡോക്യുമെന്ററി സീരീസ് ആണ്. അപ്പോൾ അതിൽ തന്നെ അദ്ദേഹത്തിന്റെ ഒരു ഡയറക്ഷൻ പൊട്ടൻഷ്യൽ കാണിച്ചിട്ടുണ്ട്. പിന്നെ ഈ ഒരു സിനിമയ്ക്ക് വെയിറ്റ് ചെയ്യാൻ വേറൊരു കാരണം കൂടെ ഉണ്ടായിരുന്നു. സിനി സ്റ്റാൻ നടത്തിയ ഇന്ത്യസ് ബെസ്റ്റ് സ്റ്റോറി ടെല്ലർ കോൺടെസ്റ്റിൽ ബെസ്റ്റ് സ്ക്രീൻ പ്ലേക്ക് ഫസ്റ്റ് പ്രൈസ് കിട്ടിയത് ഈ ഉള്ളൊഴുക്കിന്റെ സ്ക്രീൻ പ്ലേക്കാണ്. സെക്കൻഡ് പ്രൈസ് കിട്ടിയ സ്ക്രിപ്റ്റാണ് പിന്നീട് അമീർ ഖാൻ പ്രൊഡക്ഷൻ ചെയ്ത് ലാപ്പിട്ട ലേഡീസ് ആയിട്ട് ഹിന്ദിയിൽ റിലീസ് ചെയ്ത സിനിമ. ഒബ്വിയസ്ലി സ്ക്രിപ്റ്റ് നല്ലതാണെന്ന് അറിയായിരുന്നു. അപ്പോൾ അത് സ്ക്രീനിലോട്ട് വരുമ്പോൾ എങ്ങനെയായിരിക്കും എന്ന് കാണാൻ ഒരു എക്സൈറ്റ്മെന്റ് ഉണ്ടായിരുന്നു. ഇതിൽ അഭിനയിച്ചിരിക്കുന്നത് ഉർവശി, പാർവതി, പ്രശാന്ത് മുരളി, അർജുൻ രാധാകൃഷ്ണൻ, അലൻ സിയാർ, ജയ കുറുപ്പ്, അങ്ങനെ ഇവരൊക്കെയാണ് മെയിൻ ക്യാരക്ടേഴ്സ് ചെയ്തത്. അല്ലാതെ ഒരുപാട് സബ് കാസ്റ്റ് ഒരുപാട് പേരുണ്ടായിരുന്നു. അപ്പോൾ സിനിമയിലോട്ട് വരുമ്പോൾ ഞാൻ ട്രെയിലറൊക്കെ കണ്ടപ്പോൾ ഒരു ത്രില്ലർ കൈൻഡ് ഓഫ് ജേണറിൽ വരുന്നൊരു മൂവി ആയിരിക്കും എന്നാണ് എക്സ്പെക്ട് ചെയ്തത്. പക്ഷെ ഇതൊരു പ്രോപ്പർ മെലോ ഡ്രാമ ജേണറിൽ വരുന്നൊരു സിനിമയാണ്. ഇത് സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ അതിശയോക്തി നിറഞ്ഞ കുറച്ച് കഥാപാത്രങ്ങളും നമ്മുടെ ഇമോഷൻസിനെ ക്യാപ്ചർ ചെയ്യാൻ കെൽപ്പുള്ള ആവേശകരമായ സംഭവങ്ങളുടെ ഒരു നാടകീയ യാത്ര, അങ്ങനെ വേണമെങ്കിൽ പറയാം ഈ ഉള്ളൊഴുക്ക്. ഈ സിനിമ കണ്ടപ്പോൾ ഫീൽ ചെയ്ത വേറൊരു കാര്യം, നമ്മൾ ഇതിന്റെ ബാക്കി ആസ്പെക്ട് ഒന്നും ശ്രദ്ധിക്കാതെ, അതായത് ഇപ്പോൾ ക്യാമറ ആംഗിൾസ് കൊള്ളാമോ, എഡിറ്റിംഗ് കൊള്ളാമോ, BGM കൊള്ളാമോ, ഇതൊന്നും നോക്കാതെ നമ്മൾ ഈ ഒരു സ്റ്റോറിയിൽ മാത്രം എന്താണ് നടക്കുന്നതെന്ന് നമുക്ക് ഫോക്കസ് ചെയ്ത് ഇരുന്നു പോകും. മികച്ചൊരു ഡയറക്ഷൻ ആയതുകൊണ്ടാണ് നമുക്ക് അങ്ങനെ ഫീൽ ചെയ്യുന്നത്. സ്റ്റോറി സ്റ്റാർട്ട് ചെയ്യുന്നത് അല്ലെങ്കിൽ നടക്കുന്നത് ഒരു സ്ലോ പേസിലാണെങ്കിലും അതിന്റെ ആ ഒരു പോക്കിൽ ഭയങ്കരമായിട്ട് പിന്നെ പിന്നെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് നമുക്ക് ഫീൽ ചെയ്യും. കാരണം നമ്മളെ കള്ളങ്ങൾ, എല്ലാവരുടെ മനസ്സിലും കള്ളങ്ങൾ ഉള്ളവരാണ്. ഒരു ചെറിയ കാര്യമെങ്കിലും നമ്മളെ ഉള്ളിൽ സീക്രട്ടായിട്ടോ അല്ലെങ്കിൽ കള്ളമായിട്ടോ മറച്ചു വെക്കാത്തായിട്ട് ആരും തന്നെ ഇല്ല. അപ്പോൾ അത് ചിലത് നമ്മളെ അടുത്തറിയാവുന്നവരിൽ നിന്ന് തന്നെ നമ്മൾ മറച്ചു വെക്കുന്ന കള്ളങ്ങളുണ്ട്, രഹസ്യങ്ങളുണ്ട്. അപ്പോൾ ഇതിലെ ക്യാരക്ടേഴ്സിനും എല്ലാ ക്യാരക്ടേഴ്സിനും കുറെ കള്ളങ്ങളും കുറച്ച് രഹസ്യങ്ങളും എല്ലാം ഉണ്ട്. അപ്പോൾ അത് പോകെ പോകെ സിറ്റുവേഷനിൽ ഈ കള്ളങ്ങളും രഹസ്യങ്ങളും ചുരുളഴിയുന്നതും അതിന് ശേഷം വരുന്ന കോൺസിക്വൻസസും എല്ലാം ചേർന്നൊരു ഡ്രാമാറ്റിക് ഒരു സിനിമയാണ് ഈ ഒരു ഉള്ളൊഴുക്ക്. പിന്നെ ഈ സിനിമയിൽ തന്നെ നമുക്ക് നെഗറ്റീവ് ക്യാരക്ടേഴ്സ് എന്ന് പറയാനായിട്ടോ അല്ലെങ്കിൽ വില്ലൻ എന്ന് പറയാനായിട്ടോ അങ്ങനെ ആരും ഇല്ല. എല്ലാവരും ഏകദേശം ഒരേ സെയിം ഷെയ്ഡ്സ് ഉള്ള ക്യാരക്ടേഴ്സ് ആണ്. എല്ലാവരും നല്ല ആൾക്കാരാണ്. എന്നാൽ എല്ലാവർക്കും ചെറിയ ചെറിയ രഹസ്യങ്ങൾ അല്ലെങ്കിൽ കള്ളങ്ങൾ ഹൈഡ് ചെയ്യാനുണ്ട്. അപ്പോൾ അങ്ങനെ ഇപ്പോൾ സോഷ്യലി നോക്കുകയാണെങ്കിലും നല്ലൊരു സോഷ്യലി റെലവെന്റ് ആയിട്ടുള്ള ഒരു സിനിമയാണ്. ഒരുപാട് മെസ്സേജസ് ഈ സിനിമയിൽ നമുക്ക് എടുക്കാൻ പറ്റും. പേരൻസിനായാലും ഹസ്ബൻഡ് ആൻഡ് വൈഫിനായാലും എല്ലാവർക്കും റിലേറ്റ് ചെയ്ത് ഒരുപാട് എക്സാമ്പിൾസും ഒരുപാട് കണക്റ്റും ചെയ്യാൻ പറ്റുന്ന ഒരു സിനിമയാണ്. എക്സ്ട്രാ മാരിറ്റൽ അഫയേഴ്സ് അതെങ്ങനെ ഉണ്ടാവാനുള്ളൊരു കാരണങ്ങൾ, അങ്ങനെ പല പല കാര്യങ്ങൾ ഇതൊരു ചർച്ച ചെയ്യുന്നുണ്ട്. പിന്നെ ഇപ്പോൾ പേരൻസിനെ നോക്കിക്കഴിഞ്ഞാലും ഇപ്പം വർഷങ്ങളായിട്ടുള്ള പ്രണയങ്ങൾ മറച്ചു വെച്ച് വേറൊരു ആളിന് കല്യാണം കഴിപ്പിച്ചു കൊടുക്കുന്നതും പിന്നീട് അതിനുശേഷം ആഫ്റ്റർ ഇവർ വീണ്ടും ബാക്ക് ടു പഴയ ബന്ധങ്ങളിലോട്ട് പോകുന്നതും, അപ്പോൾ രണ്ട് കുടുംബങ്ങൾ തകരുന്നതും, അങ്ങനെ മെസ്സേജ് എന്ന് പറയാനായിട്ട് ഇതിൽ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് എടുക്കാൻ പറ്റും. പിന്നെ ഇതിൽ ഇമോഷൻസ് ആണ് ഇതിൽ മെയിൻ ഈ ഒരു സിനിമയിൽ. അതെന്നാൽ ഫോഴ്സ്ഡ് ആയിട്ട് തോന്നത്തുമില്ല. കറക്റ്റ് പ്ലേസ് ചെയ്യേണ്ട രീതിയിൽ തന്നെയാണ് ഇമോഷൻസ് കൺവേ ചെയ്തിട്ടുള്ളത്. ഒരു അമ്മ മകൻ ബന്ധം, ഉർവശിയുടെ ക്യാരക്ടർ ആയാലും ആ ഒരു മകനെ എത്രമാത്രം സ്നേഹിക്കുന്നു എന്നുള്ള ആ ഒരു കണക്ഷനൊക്കെ അത് നമുക്ക് ഒരുപാട് ഇഷ്ടപ്പെടും. ഈ ലെങ്തി സിംഗിൾ ഷോട്ട്സ് ഒരുപാട് ഉണ്ടായിരുന്നു. അതിലെല്ലാം തന്നെ ഒന്നിൽ പോലും ഓവറെന്ന് തോന്നിക്കാത്ത രീതിയിൽ ഉർവശി ചേച്ചി മികച്ചു നിന്നു. ഈ എക്സ്പീരിയൻസ് എന്ന് പറയുന്ന ഒരു വാക്കിന്റെ വാല്യൂ അല്ലെങ്കിൽ അതിന്റെ ഒരു അർത്ഥം ഈ ഉർവശി ചേച്ചിയുടെ പെർഫോമൻസ് കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും. ഭയങ്കര എഫേർട്ട് ഇട്ട് ചെയ്യേണ്ട സീൻസ് ഭയങ്കര ഈസി ആയിട്ട് വന്ന് ചെയ്തിട്ടുണ്ട്. അതെന്നാൽ നാച്ചുറൽ ആയിട്ട് തോന്നുകയും ചെയ്യും. ആർട്ടിഫിഷ്യൽ ഒട്ടും തന്നെ തോന്നിക്കുകയില്ല. അതിനോടൊപ്പം തന്നെ വീണ്ടും കണ്ടോണ്ടിരിക്കുന്ന ഓഡിയൻസിന് കണക്ട് ആവുകയും ചെയ്യും ആ ഒരു ഇമോഷൻ. അപ്പോൾ അങ്ങനെ എല്ലാം കൊണ്ടും ഒരു പെർഫോമൻസ് വൈസ് ആണെങ്കിലും ഡയറക്ഷൻ വൈസ് ആണെങ്കിലും എല്ലാം മികച്ചു നിന്നൊരു സിനിമയാണ്. ക്ലൈമാക്സും കുറച്ച് വേറൊരു രീതിയിൽ എൻഡ് ചെയ്തു, അതും കൊള്ളാം. ഇപ്പൊ സാധാരണ അമ്മ മകൻ ബന്ധവും അച്ഛൻ മകൾ ബന്ധം, ഈ ഒരു ബന്ധത്തിൽ നിന്ന് അപ്പുറം ഒരു അമ്മായി അമ്മ മരുമകൾ ഒരു ബന്ധത്തിന്റെ ആഴം, അത് പിന്നെ ഒരു അമ്മ മകൻ ബന്ധം, ഹസ്ബൻഡ് വൈഫ് ബന്ധം, അങ്ങനെ ഒരുപാട് ബന്ധങ്ങളുടെ കൂടിച്ചേരലും ഒരുപാട് ബന്ധങ്ങളുടെ തകർച്ചയും എല്ലാം കൂടെ കാണിച്ചിരുന്ന ഒരു റൈഡാണ് ഈ ഒരു സിനിമ. പിന്നെ മ്യൂസിക് വൈസ് കൊള്ളായിരുന്നു. സുഷിൻ ശ്യാം നല്ല വർക്ക് ചെയ്തിട്ടുണ്ട്. ഈ ഒരു സിനിമയ്ക്ക് ആവശ്യമുള്ളത് അദ്ദേഹം കറക്റ്റ് കൊടുത്തിട്ടുണ്ട്. ക്യാമറ വർക്ക്സ് ആണെങ്കിലും
എഡിറ്റിംഗ് വർക്ക്സ് ആണെങ്കിലും എല്ലാം ഈ ഒരു സിനിമയ്ക്ക് അനുയോജിച്ചുള്ള രീതിയിൽ മികച്ച് തന്നെ നിന്നിട്ടുണ്ട്. പിന്നെ ഞാൻ പറഞ്ഞ പോലെ ഇതൊന്നും ശ്രദ്ധിക്കേണ്ട ആവശ്യം നമുക്ക് ഇതിൽ വരില്ല. ആ ഒരു കോർ സ്റ്റോറി, ആ ഒരു പ്ലോട്ടിന്റെ ആ ഒരു സ്റ്റോറി ശ്രദ്ധിച്ചായിരിക്കും നമ്മൾ കൂടുതൽ നേരം ഇരിക്കുന്നത്. എനിക്ക് അങ്ങനെയാണ് ഫീൽ ചെയ്തത്. അങ്ങനെ എല്ലാം കൊണ്ടും മികച്ച് തന്നെ നിന്നൊരു സിനിമയാണ് ഉള്ളൊഴുക്ക്. ഉള്ളൊഴുക്ക് നമ്മുടെ ഇമോഷൻസിന്റെ എല്ലാ ഒരു ഉള്ളൊഴുക്കെന്ന് തന്നെ പറയാം ഈ ഒരു സിനിമ. പലരും തമ്മിലുള്ള ഇമോഷൻസ് നല്ല രീതിയിലൊരു ഫ്ലോയിൽ തന്നെ പോകുന്നൊരു സിനിമയാണ് ഉള്ളൊഴുക്ക്. പിന്നെ എനിക്ക് ആകെ ഒരു നെഗറ്റീവായിട്ട് തോന്നിയത് ക്ലൈമാക്സ് ഒരു പഞ്ച് കുറവായതുപോലെ തോന്നി. പിന്നെ അത് നമ്മളിതിൽ ഇങ്ങനത്തെ ഒരു ഡ്രാമാറ്റിക് സിനിമയിൽ അത് എക്സ്പെക്ട് ചെയ്യേണ്ട കാര്യമില്ല. എന്നാലും ആസ് ആൻ ഓഡിയൻസ് എനിക്ക് തോന്നിയ ഒരു കാര്യമാണ് ഞാൻ പറഞ്ഞത്. കുറച്ചുകൂടെ എന്തെങ്കിലും ഒരു ഇമ്പാക്റ്റ് വരുത്തുന്ന രീതിയിൽ ചെയ്യായിരുന്നു, അല്ലെങ്കിൽ ഒരു ഡയലോഗെങ്കിലും പാർവതി പറഞ്ഞിട്ട് പോകുന്ന രീതിയിൽ ചെയ്യായിരുന്നു. പക്ഷെ ഇത് വേറൊരു രീതിയിൽ സിമ്പിളായിട്ടാണ് തീർത്തിരിക്കുന്നത്. എല്ലാം കൊള്ളൂല എന്നല്ല, എൻ്റെ ഒരു ഒപ്പീനിയൻ പറഞ്ഞതേ ഉള്ളൂ. അതർവൈസ് എല്ലാം അടിപൊളി ആയിട്ടുള്ളൊരു സിനിമയാണ്. നല്ലൊരു എക്സ്പീരിയൻസ് കിട്ടിയൊരു സിനിമയാണ്. നല്ല കുറെ കാര്യങ്ങൾ, നല്ല കുറെ സിറ്റുവേഷൻസ് കാണാൻ പറ്റിയൊരു സിനിമയാണ്. അപ്പൊ എല്ലാവരും ഉർവശി ചേച്ചിയുടെയും പാർവതിയുടെയും ഒക്കെ പെർഫോമൻസ് ചർച്ച ചെയ്യുമ്പോൾ ഞാൻ ഞെട്ടിപ്പോയത് പ്രശാന്ത് പിള്ളയുടെ പെർഫോമൻസ് കണ്ടിട്ടാണ്. അദ്ദേഹത്തിന്റെ ഇപ്പോൾ എനിക്ക് കരിയറിൽ കിട്ടിയതിലൊരു സോഫാർ ബെസ്റ്റ് ക്യാരക്ടർ ആൻഡ് ബെസ്റ്റ് പെർഫോമൻസ് ആയിരുന്നു. ആ ഒരു ക്യാരക്ടറിന്റെ എക്സ്ട്രീം ലെവൽ, അങ്ങേയറ്റ എക്സ്ട്രീം എന്ന് തന്നെ പറയാം. ഏത് വക്ക് വരെ പോകാൻ പറ്റിയോ അതുവരെ അയാൾ പോയിട്ടുണ്ട്. ഭയങ്കരമായിട്ട് ഫീൽ ചെയ്തു. അയാൾ ഒരു സ്ട്രഗിൾ ചെയ്യുന്ന കുറച്ച് സീൻസ് ഒക്കെ കാണിക്കുമ്പോൾ ഒരുപാട് ഫീലായി. അദ്ദേഹം ശരിക്കും ഞെട്ടിച്ചു. ബാക്കി എല്ലാവരും ആൾറെഡി പ്രൂവൺ ആണ്. ഇപ്പോൾ റോഷി ചേച്ചി ആയാലും പാർവതി തിരുവോത്തായാലും ഒരുപാട് 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 സിനിമകളിൽ ആൾറെഡി പ്രൂവൺ ആണ്, ബെസ്റ്റ് ആക്ട്രസ് ആണെന്ന് രണ്ടുപേരും പ്രൂവ് ചെയ്തിട്ടുള്ളതാണ്. അലൻസിയർ ആണെങ്കിലും ഒരുപാട് സിനിമയിൽ പ്രൂവ് ചെയ്തിട്ടുള്ളതാണ്. പക്ഷെ ഇദ്ദേഹത്തിന് ഞാൻ ഇത്രയും ഒരു എബിലിറ്റി ഉണ്ടെന്ന് ഞാൻ അറിഞ്ഞില്ല. ഈ ഒരു സിനിമ കണ്ടപ്പോഴാണ് അത് അറിഞ്ഞത്. പിന്നെ ഇതിന്റെ കറക്റ്റ് ഒരു സ്ക്രീൻ പ്ലേ എന്ന് പറയുമ്പോൾ കറക്റ്റ് ഒരു റിവീലിങ്സ് കറക്റ്റ് തന്നുകൊണ്ടിരുന്നു. അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് കാണുമ്പോൾ ഒരു സ്ലോ പേസിൽ പോകുന്ന ഒരു സിനിമയാണെങ്കിൽ കൂടി ഒരിക്കൽ പോലും ബോറടിച്ചിട്ടില്ല. സ്റ്റാർട്ടിൽ തുടങ്ങി എൻഡ് തീരുന്നവരേക്കും ഒരു തരി പോലും ബോറടിച്ചിട്ടില്ല. എല്ലാ രീതിയിലും നല്ലൊരു സിനിമയാണ്. ക്രിസ്റ്റോ ടോമി, ദിസ് നെയിം വിൽ ഗോ ഫാർ, വെരി വെരി ഫാർ. ഓൾ ദി ബെസ്റ്റ് ബ്രദർ. അപ്പോൾ എല്ലാവരും മാക്സിമം തിയേറ്ററിൽ തന്നെ കാണാൻ ശ്രമിക്കുക. താങ്ക് യു.